യേശുവിനോടൊപ്പമുള്ള യാത്ര. സത്യം സംസാരിക്കുന്ന ജീവിതം. എഫേസ്യർ 4:25 ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. ദൈവം സത്യവാനാകയാൽ എല്ലാ ഭോഷ്കും വ്യാജവും വെറുക്കുന്നു. സ്നേഹത്തിൽ ഹൃദയപൂർവം മറ്റുള്ളവരോട് സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരേണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ സകല ഭോഷ്കും ഉപേക്ഷിച്ച് സത്യത്തിൻ്റെ പാതയിൽ നടക്കണം എന്നതാണ് നീതിമാനും സത്യവാനുമായ ദൈവം ആഗ്രഹിക്കുന്നത്. ആദ്യ മനുഷ്യരായ ആദാമിനെയും ഹവ്വായെയും പിശാച് വഞ്ചിച്ചത് ഭോഷ്ക് പറഞ്ഞുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:44 കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഭോഷ്ക് പറയുന്നവർ പിശാചിൻ്റെ മക്കളാകുന്നു. ഭോഷ്കിൻ്റെയും വഞ്ചനയുടെയും പിതാവായ പിശാചിൻ്റെ പ്രവൃത്തികളെ ചെയ്യാതെ സത്യവും ജീവനുമായ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനാണ് ദൈവമക്കളായ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന സഭയിലെ അവയവങ്ങളായ നാം തമ്മിൽ ഭോഷ്ക് സംസാരിക്കുന്നത് ദൈവം വെറുക്കുന്നു. എന്നാൽ സത്യം പ്രവർത്തിക്കുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു. ദൈവം സത്യവാനാകയാൽ ഭോഷ്ക് പ്രവർത്തിക്കുന്നവർ ആരും ദൈവരാജ്യത്തിൽ കടക്കയില്ല എന്ന് വെളിപ്പാട് 21:8-27 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ മക്കളായി തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാമും എല്ലാ ഭോഷ്കും ഉപേക്ഷിച്ച് സത്യത്തിൻ്റെ പാത തിരഞ്ഞെടുത്ത് യേശുവിനോടൊപ്പം നടക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:24 പോലെ സത്യത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ ലോകത്തിന് കാട്ടുന്ന, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സത്യനമസ്കാരികളായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നവരായി ഓരോ നിമിഷവും ആയിരിക്കാം. നോമ്പിൻ്റെ ഈ ദിനങ്ങളിലും നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. സകല ഭോഷ്കും വഞ്ചനയും കള്ളവും ഉപേക്ഷിച്ച് നമ്മുടെ സ്വർഗീയ പിതാവിനെ പോലെ സത്യത്തിൻ്റെ പാതയിൽ നടക്കുന്നവരായി ജീവിക്കുവാൻ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാം. എല്ലാ വ്യാജഭാവവും ഉപേക്ഷിച്ച് യേശുവിനോടൊപ്പം യാത്ര തുടരാം. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ നോമ്പിൻ്റെ ദിനങ്ങളിലും അങ്ങയോടൊപ്പം നടക്കുവാൻ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി നന്ദി. സകല വ്യാജഭാവവും ഭോഷ്കും ഉപേക്ഷിച്ച് എപ്പോഴും സത്യം സംസാരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഏതു സാഹചര്യത്തിലും സത്യത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. സ്വർഗീയ പിതാവായ അങ്ങയെപ്പോലെ സത്യം തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.